ഓക്കെ, പ്രഷ്യസ് മൊമെന്റ്സിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. വെൽക്കം മിസ്റ്റർ ജയകൃഷ്ണൻ ആൻഡ് ബ്രൈഡ് ടിഞ്ചു ഡേവിസ് ഓൺ ടു ദി സ്റ്റേജ്. ഫ്രണ്ട് നടന്നു രണ്ടുപേരും ഡിഞ്ചു ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കാത്തിരിപ്പിന് വെൽക്കം മിസ്റ്റർ ജയകൃഷ്ണൻ ആൻഡ് ബ്രൈഡ് ടിഞ്ചു ഡേവിസ് ഓൺ ടു ദി സ്റ്റേജ്. കയ്യടിയുടെ ശബ്ദം തീരെയില്ല. എല്ലാവരും നല്ല കയ്യടികളോട് കൊടുത്തിട്ട് രണ്ടുപേരും സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. വെൽക്കം മിസ്റ്റർ ജയകൃഷ്ണൻ ആൻഡ് ടിഞ്ചു ഡേവിസ് ഓൺ ടു ദി സ്റ്റേജ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യണത്? ഹൗ ഡു യു ഫീൽ നൗ? ഫീലെന്ന് പറയാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ ഞങ്ങളുടെ 8 വർഷത്തെ ഇവരുടെ കാത്തിരിപ്പാണ് ഈ ഒരു നല്ലൊരു ധന്യ മുഹൂർത്തത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 8 വർഷം മുന്നേ ഡിസ്റ്റ് കോളേജ് വെച്ച് ഒരുമിച്ച് പഠിച്ച് പ്രണയത്തിലായി ഇപ്പോൾ ഇതാ ഈ ഒരു മൊമെന്റിലേക്ക് എത്തി നിൽക്കുകയാണ് രണ്ടാളും. ഡിഞ്ചുവിന് ഇച്ചിരി കൂടുതൽ പറയാനുണ്ടാവും ഈ ഒരു മൊമെന്റിനെ കുറിച്ച്, ഇല്ലേ? അപ്പൊ ഡിഞ്ചുവിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ലവ് യു. 8 വർഷത്തെ കാത്തിരിപ്പാണ്, അതിൻ്റെ ഒരു സന്തോഷവും സ്നേഹവും എല്ലാം ഉണ്ട്. ഇത്രയുള്ളൂ. ഇന്ന് നമ്മോടൊപ്പം ഇല്ല, എന്നാലും ഈ സന്തോഷ നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഇവരുടെ 2 പേരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇനി സിസ്റ്റർ അഞ്ജു, ഹസ്ബൻഡ് അബ്രോഡാണ്, ആൾക്കും ഈ ഒരു മൊമെന്റ് മിസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ക്യൂട്ട് ലിറ്റിൽ വൺ സേറ ആൻഡ് ഡൊമിനിക്. ഡൊമിനിക്കിനെ കാണുന്നില്ലല്ലോ. ഓക്കെ. And next sister Rinju and husband Abhijit Kurian onto the stage. നല്ല കയ്യടി കൊടുത്ത എല്ലാവരും. ഓക്കെ, ബ്രൈഡിന്റെ ഫാമിലി ഫുള്ളായി. ഇനി ഗ്രൂമിന്റെ ഫാമിലി, ഫാദർ മിസ്റ്റർ സത്യൻ ആൻഡ് മദർ ദേവിക സത്യൻ onto the stage. നല്ലൊരു കയ്യടി കൊടുത്ത എല്ലാവരും.
അഭിജിത്തിന്റെ ബ്രദർ ശ്യാം ഇന്ന് നമ്മോടൊപ്പം കൂടെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ സ്റ്റേജിൽ എല്ലാവരും ഫുള്ളായിട്ടുണ്ട്. കൺഫ്യൂഷനിലാണ് എല്ലാവരും നിൽക്കണേ. ഫസ്റ്റ് ബ്രൈഡിൻ്റെ അമ്മോടാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അമ്മയ്ക്ക് നല്ല സന്തോഷമാണെന്ന് അറിയാം. പിന്നെ അമ്മേനെ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചുണക്കുട്ടികൾ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എന്താണ് നിമിഷം പറയാനുള്ളത്? സന്തോഷം ഉണ്ടെന്ന് മാത്രം പറയരുത്, ഇച്ചിരി കൂടി കൂടുതൽ പറയണം. എനിക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ മക്കൾ നല്ല ബോൾഡാണ്, അവരങ്ങനെ വളർത്തിയത്. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഇവരുടെ പപ്പ പോയെന്ന് വെച്ചാൽ യാതൊരു ടെൻഷനും ഇല്ല. നല്ല കയ്യടി കൊടുക്കുക എല്ലാവരും. ഓക്കെ, മമ്മി നല്ല ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ചേച്ചിമാരോട് ചോദിക്കാം. എനിക്ക് വളരെ സന്തോഷം. പറഞ്ഞതുപോലെ എനിക്ക് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് എല്ലാവിധ ധൈര്യവും സപ്പോർട്ടും തന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ വരെ സപ്പോർട്ട് എന്നല്ല, എല്ലാ കാലത്തും ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഡിഞ്ചും രഞ്ജും എനിക്ക് 2 ചിറകുകൾ പോലെയാണ്. എൻ്റെ 2 ചിറകുകളാണ്. കാരണം എനിക്ക് എങ്ങനെ നോക്കിയാലും എന്നെ ഒരു തരത്തിലും തളരാതെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഡിഞ്ചും രഞ്ജും ഉണ്ട്. അതിൽ ഞാൻ വളരെ ദൈവത്തോട് നന്ദി പറയുന്നു. ഇനിയിപ്പോൾ എനിക്ക് 2 അനിയന്മാരെ കൂടി കിട്ടി, സച്ചുവിനെയും അഭിനെയും കിട്ടി. അപ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആയി, ഒന്നും കൂടി ഹാപ്പിയായി. പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഡിഞ്ചുവിനെ മണവാട്ടിയുടെ വേഷത്തിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ ഒരു ചേച്ചി എന്ന നിലയിൽ വളരെയധികം സന്തോഷം, വാക്കുകൾ കിട്ടുന്നില്ല. താങ്ക് യു സോ മച്ച് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിൽ. ഇനി അഭിജിത്തിനാണ് പറയാനുള്ളത്. വളരെ സന്തോഷം. സന്തോഷം മാത്രമേ ഉള്ളൂ. ഡിഞ്ചിനോടൊന്നും പറയാനില്ലേ? 2 പേരോടും നല്ലൊരു വാക്ക് പറയും. ആളും ടെൻഷനിലാണ്. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂമിന്റെ പാരന്റ്സിനോടും ചോദിക്കാം. എന്താണ് ഈ മൊമെന്റിൽ തോന്നുന്നത്? നല്ല സന്തോഷമുണ്ട്. പിന്നെ അവര് ആഗ്രഹിച്ച് രണ്ടുപേരും ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച്, അപ്പം ഞങ്ങൾ ഫുൾ സപ്പോർട്ട്. അവർക്ക് ഒന്നും ഉണ്ടാവും, അവർ നല്ല രീതിയിൽ ജീവിക്കുക, സ്നേഹത്തോടെ സന്തോഷത്തോടെ. അതാണ് എല്ലാവരും രക്ഷകർത്താക്കളും ഞങ്ങളുടെ സന്തോഷം. പിന്നെ ഈ വീഡിയോസിലൊക്കെ ഞാൻ എന്താണ് ഈ മൊമെന്റിൽ പറയാനുള്ളത്? ആദ്യം തന്നെ എൻ്റെ മകനെയും മകളെയും അനുഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എല്ലാവർക്കും നന്ദി പറയുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ 2 മക്കളുടെയും കാത്തിരിപ്പ് എന്ന് പൂർണ്ണമാവുകയാണ്. അവരെന്നും ഇതേപോലെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കണം. ഈ ഒരു പ്രാർത്ഥനയാണ് എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളത്. താങ്ക് യു. ഓക്കെ, നല്ലൊരു കൈയടി കൊടുത്തേ. ഈ പ്രകാശത്തിരി നാളം പോലെ തന്നെ ഇവരുടെ ജീവിതം പ്രകാശപൂരിതമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി ജയകൃഷ്ണന്റെ പാരന്റ്സ് ഈ ക്യാൻഡിൽ കത്തിക്കാം. ഇനി ഡിഞ്ചുവിന്റെ പാരന്റ് ആൻഡ് സിബ്ലിങ്സ്. കൈയടിയുടെ ശബ്ദം തീരെയില്ല. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം.
അപ്പം എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ നല്ല നിറയെ കയ്യടികളോട് തന്നെ നമുക്ക് ഘോഷിക്കാം. താലിമാല എടുത്തു കൊടുക്കാൻ ജയകൃഷ്ണന്റെ ഫാദർ ക്ഷണിക്കുന്നു. ഫാമിലി എല്ലാവരും അടുത്ത് തന്നെ നിൽക്കണം. കയ്യടിയുടെ ശബ്ദം തീരെയില്ല. നിങ്ങളുടെ നിറ കയ്യടികളാണ്. അടുത്തത് മോതിര കൈമാറ്റമാണ്. ബ്രൈഡിന്റെ മാമും രണ്ടമ്മമാരും കൂടി മോതിരം ഇവർക്ക് കയ്യിൽ കൊടുക്കണം. ചിരിക്കരുത്. പരസ്പരം വിരലുകളിൽ മോതിരം അണിയിച്ചുകൊണ്ട് ഈ ബന്ധം ഔപചാരികമായി ഉറപ്പിക്കുന്നതിനായിട്ടാണ് ഈ ചടങ്ങ്. രണ്ടുപേരും പരസ്പരം മോതിരം അണിയുകയാണ്. കയ്യടിയുടെ ശബ്ദം തീരെയില്ല. എല്ലാവരും നല്ല കയ്യടികൾ കൊടുക്കുക. ഇനി രണ്ട് ചേച്ചിമാര് പൂമാല എടുത്തു കൊടുക്കാൻ ഫ്രണ്ടിലോട്ട് നടന്നിരിക്കുക.
സെറിമണിയിലോട്ട് കടക്കാണ്. ഡിഞ്ചു ജയകൃഷ്ണനും ആദ്യം ഡിഞ്ചു ജയകൃഷ്ണനും പരസ്പരം കേക്ക് കട്ട് ചെയ്ത് കൈമാറാം. ദെൻ ഡിഞ്ചുവിൻ്റെ പാരൻസിന് ജയകൃഷ്ണൻ കേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഡിഞ്ചു ജയകൃഷ്ണൻ്റെ പാരൻസിന് കൊടുക്കും. രണ്ടുപേരും പരസ്പരം കൈപിടിച്ച് ഫസ്റ്റ് കേക്ക് കട്ടിങ്ങിലോട്ട് കടക്കുകയാണ്. ഇവരുടെ ജീവിതത്തിലെ ഈ മധുരം പോലെ തന്നെ ഇവരുടെ ജീവിതം ആഘോഷഭരിതമായി മധുരമായി തീരാൻ നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം. നല്ല നിറം കൈയടികൾ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ വിഷ് ചെയ്യാം. ഇനി കേക്ക് പരസ്പരം വെച്ച് കൊടുക്കാം. ഈ കേക്കിന്റെ മധുരം പോലെ തന്നെ ഇവരുടെ ജീവിതം മധുരിതമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി ജയകൃഷ്ണൻ ഡിഞ്ചുവിന്റെ പാരൻസിനും സിബ്ലിങ്സിനും കൊടുക്കുക. ഈ കേക്കിനൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് മനസ്സിലായത് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എനിക്കത് പേരറിയില്ല. പക്ഷേ ഡിഞ്ചുവിൻ്റെ ഡിഞ്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്രിസ്റ്റിയുടെ വൈഫ് സാവിയ ആണ് ഇത് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു കേക്കാണ്. കാണുമ്പോൾ തന്നെ കഴിക്കാനും തോന്നുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സും മധുരിതമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇനി വൈൻ എടുത്തു കൊടുക്കുവാൻ രഞ്ജുവിന് അബ്ജിത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവരും സെന്ററിൽ നിൽക്കുക. പാരൻസ് എല്ലാവരും ഇവരെ തന്നെ കവർ ചെയ്ത് നിൽക്കുക. രണ്ടുപേരും വൈൻ കൊടുക്കുക. ഇനി പരസ്പരം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഷെയർ ചെയ്യുക. കൈ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഓക്കെ നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആശംസകൾ അർപ്പിക്കാം. ഈ വൈൻ പോലെ തന്നെ കൂടുതൽ ലഹരിയാവണ്ട, എന്നാലും നല്ലൊരു ജീവിതം തന്നെ ആശംസിക്കുകയാണ്.
ഇന്ത്യയിൽ എല്ലാവർക്കും അറിയുന്ന ആദ്യത്തെ ഒരു കാര്യം പറയാം. പിന്നത്തെ ഓക്കെ, നമുക്കറിയാം ഇന്ന് ഇന്ത്യൻ ആർമി ഡേ കൂടിയാണ്, അതുപോലെ തന്നെ ജയകൃഷ്ണൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആർമിക്ക് വേണ്ടി ജയിക്കും തന്നെ പറയാം. നല്ലൊരു കയ്യടി കൊടുത്ത എല്ലാവരും. നമുക്ക് ബർത്ത്ഡേ ആയിട്ട് തന്നെ കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാം. കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജയകൃഷ്ണന്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം. എല്ലാവരും കേക്ക് എടുത്ത് ജയകൃഷ്ണന് കൊടുക്കാം. ഇനി ടിൻറ്റുവിന്റെ അമ്മ കുറച്ച് പീസ് കൊടുത്താൽ മതി. ഇപ്പൊ തന്നെ മധുരം കഴിച്ചാൽ മട്ടിയിരിക്കുകയാണ്. ഇത്രയും വർഷം ഡിഞ്ചുവിനെയും അതുപോലെ തന്നെ ബാക്കി രണ്ടുപേരെയും വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ച് ഇപ്പോൾ വിവാഹം എന്ന ആ ഒരു ലൈഫിലേക്ക് ഡിഞ്ചു കടക്കുകയാണ്. അപ്പോൾ ഇനി ജയകൃഷ്ണന്റെ അമ്മയ്ക്ക് കൈപിടിച്ച് കൊടുക്കാൻ വേണ്ടി ഡിഞ്ചുവിന്റെ അമ്മയെ ക്ഷണിക്കുന്നു.
പക്ഷെ ഇതെങ്ങനെ അല്ലാതെ ഞാൻ വെച്ചത് ഫുള്ള് ഞാൻ 4 മണിക്കൂർ ഒട്ടിച്ച സാധനം ഞാൻ വന്നപ്പോ എല്ലാം